ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ആൻഡ് ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. വളരെയധികം ടെൻഷനും സ്ട്രെസ്സും ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്കും അതെ, നിങ്ങളുടെ പേഴ്സണും അതെ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള വഴക്കുകളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ മജീഷ്യൻ എനർജിയിലാണ്. അപ്പം വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ. അപ്പം വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വളരെയധികം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തോറ്റു തരാൻ ഒരുക്കമല്ല. അപ്പം നിങ്ങളും അതുപോലെ തന്നെ. അപ്പം നിങ്ങളുടെ ഭാഗത്തായിരിക്കും ന്യായമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ പേഴ്സണും വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല. അപ്പം ഒരു കോമ്പറ്റീഷൻ എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു 5 ഓഫ് വാൻസിൻ്റെ എനർജി വന്നത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ക്ലാരിഫൈ 5 ഓഫ് വാൻസ്. ഇവിടെ 5 ഓഫ് വാൻസ് ക്ലാരിഫൈ ചെയ്തപ്പോൾ എംബർ എന്നുള്ള എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് തന്നിഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ആ ഒരു വ്യക്തിയുടെ കൺട്രോളിലായിരിക്കാം കാര്യങ്ങൾ. അപ്പം ആ ഒരു വ്യക്തിക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട്. അപ്പം ആ ഒരു വ്യക്തി ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ലൈഫിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെ എന്തിനും ഏതിനും കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അതായത് നിങ്ങൾക്കൊരു ഫ്രീഡവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുകയില്ല. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് അപ്പം ആ ഒരു പേഴ്സൺ എല്ലാ ഫ്രീഡവും ഉണ്ട്, നിങ്ങൾക്കൊരു ഫ്രീഡവും ഇല്ല. അപ്പോൾ അതിനെ ചൊല്ലി നിങ്ങൾ ആ ഒരു വ്യക്തിയോട് വഴക്കിന് ചെല്ലുന്നുണ്ടായിരിക്കാം. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വളരെയധികം എൻജോയ് ചെയ്ത് നടക്കുന്ന കൂട്ടത്തിലായിരിക്കാം ഉള്ളത്. അപ്പം അവർക്കതായിരിക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾക്കതൊന്നും സാധിക്കുന്നുണ്ടാവില്ല. അല്ലെ നിങ്ങളെ എന്തിനും ഏതിനും ഈ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുമായിരിക്കാം. അപ്പം എന്തായാലും ഇവിടെ ആ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അതായത് നിങ്ങളുടെ ആ ഒരു പേഴ്സണും ഈ ഫ്രണ്ട്സും തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയമായി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പം അതിനെ ചൊല്ലിയുള്ള വഴക്കുകളായിരിക്കാം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ. എന്തായാലും ഇവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയത്തിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരിക്കാം ഇതിനോടകം തന്നെ. അപ്പം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഇടയിൽ ഇത്രയധികം പ്രോബ്ലംസുകൾ ഉണ്ടാവുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് മേ ബി ഈ ഒരു പേഴ്സൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
അപ്പം ഇവർ നേരത്തെ തൊട്ടേ ഉള്ള പരിചയമായിരിക്കാം. നേരത്തെ അപ്പോൾ ആ ഒരു കുട്ടിക്കാലം മുതലേ ഉള്ള പരിചയം ആ ഒരു പ്രണയത്തിലേക്ക് വഴിമാറിയതായിരിക്കാം. അപ്പം അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എൻഡിങ്ങിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുകയായിരിക്കാം, അല്ലെ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അടിത്തറ തന്നെ ഇളകിയ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ മേ ബി ഈ സ്കൂൾ ഗെറ്റ് ടുഗദർ ആ ഒരു പരിപാടിയിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഫ്രണ്ടിനെ പിന്നെയും മീറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ. അപ്പം അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയത്തിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അടിത്തറ തന്നെ ഇളകിയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എന്തായാലും ഇവിടെ ആ ഒരു ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇത്രയധികം പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ കാണാൻ സാധിക്കുന്നു. കുറേ കാർഡ്സ് വേണം, 2 കാർഡ്സ് എടുക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ ഒരു ഇല്യൂഷനിലാണ്. ആ ഒരു വ്യക്തിക്ക് എന്ത് കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താലും ആ ഒരു വ്യക്തി കേൾക്കില്ല. അപ്പം ഒരു മായാലോകത്താണ് ആ ഒരു വ്യക്തി. അപ്പം അതൊന്നും റിയൽ അല്ല, അതൊന്നും അല്ല ഒറിജിനൽ ജീവിതം എന്നുള്ളതൊന്നും ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഒരു ഫാൻറ്റസി വേൾഡിലാണ്. അപ്പം എന്താണ് റിയലായിട്ടുള്ളതെന്നോ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. ആ ഒരു വ്യക്തി ഒരു ഇല്യൂഷനിലാണ്. എന്തായാലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. വളരെയധികം സ്ട്രെസ്സ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മൈൻഡിൽ. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. എന്തായാലും ഇവിടെ വളരെയധികം ഒരു ഹൈഡിങ് എനർജി കാണുന്നു. നിങ്ങളുടെ വ്യക്തിയായിരിക്കാം എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ ഓർത്തിട്ടായിരിക്കാം നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്സും ഡിപ്രഷനും ഉണ്ടാക്കുന്നത്, അല്ലെ മൈൻഡിൽ എത്രയധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ഒരു ഫാൻറ്റസി വേൾഡിലാണ് ഇപ്പോൾ. ഇവിടെ എന്തായാലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒന്നും നോക്കാതെ എടുത്തു ചാടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം തരുന്നുണ്ടോ അതും കാണില്ല. അപ്പം ആ ഒരു ഫ്രീഡം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ ആ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ മൈൻഡിൽ വളരെയധികം കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അതെല്ലാം ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു റിലേഷനിലാണ്. ആ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇവിടെ ബോട്ടം എനർജി കിട്ടിയിരിക്കുന്ന 2 ഓഫ് സോർഡ്സ് ആണ്. എന്തായാലും ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേർക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനോ ഒന്നും ഇപ്പോൾ തയ്യാറല്ല. ബോട്ടം എനർജി 2 ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. ഇത് പേഴ്സൻ്റെ സോൾ മെസ്സേജാണ്. ഇനി ഗൈഡൻസും കൂടി നോക്കാം.
വേൾഡ്, ക്യൂൻ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ഫോർ ഓഫ് സോർഡ്സ്. ബോട്ടം എനർജി ഫുള്ളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറക്കുവാനും ആഴത്തിൽ പ്രണയം അനുഭവിക്കുവാനും പഠിക്കുകയാണ്. ഞാൻ ആരാണെന്നും എനിക്കുള്ളത് എന്താണെന്നും അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലെ മിഥ്യാധാരണകൾ ഞാൻ മാറ്റേണ്ടതുണ്ട്. പക്ഷേ അത് ആവശ്യമായ കാര്യമാണ്. ഇത് നിലനിന്നു പോയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ സമ്മർദ്ദവും വഴക്കുകൾക്കും കാരണമാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഇല്യൂഷനിലാണ്. അപ്പോൾ ആ ഒരു വ്യക്തി തന്നെ, ആ ഒരു വ്യക്തിയുടെ സോൾ മെസ്സേജ് തന്നെ പറയുകയാണ്, എൻ്റെ ഉള്ളിലെ മിഥ്യാധാരണകൾ ഞാൻ മാറ്റേണ്ടതുണ്ടെന്ന്. ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം കാര്യങ്ങളെല്ലാം. അപ്പം അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണിത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവിൽ എത്തുകയാണ്. താൽക്കാലികമായി നിങ്ങൾ റെസ്റ്റ് എടുക്കുക. പാസ്റ്റിൻ്റെ വേദനകൾ നിങ്ങൾ ഹീല് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ പരിപാലിക്കാനുള്ള സമയമാണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുക. അതുപോലെ നിങ്ങളുടെ ശരീരം, വീട്, റെസ്പോൺസിബിലിറ്റീസ് എന്നിവ നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കുക. തിരക്ക് കൂട്ടരുത്. സ്വയം ഹീലാകുവാൻ സമയം നൽകുക. നിങ്ങൾ ലൈഫിൻ്റെ പുതിയ ചാപ്റ്ററിനായി തയ്യാറെടുക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഫുൾ കാർഡാണ് വന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ ആയിരിക്കാം ഇനിയും സ്റ്റാർട്ടാവാനായിട്ട് പോകുന്നത്. വേൾഡ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ആ ഒരു ലൈഫെന്ന് പറയുന്നത് ഒരു വഴിത്തിരിവിലാണ്. അപ്പം എന്തായാലും ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അപ്പം പുതിയ കാര്യത്തിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.